KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് മിക്കവാറും ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നും കണ്ടിരുന്നു KPCC ഓഫീസിൽ. KPCCയുടെ നിർവാഹക സമിതി യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ മാധ്യമപ്രവർത്തകർ കാര്യമായ ചോദ്യമൊന്നും ചോദിച്ചില്ല. ഇന്ന് ചോദിക്കേണ്ട സുപ്രധാനമായ ഒരു ചോദ്യമുണ്ടായിരുന്നു, അത് ചോദിച്ചിട്ടില്ല. ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്നുള്ള MLA മന്ത്രിയാണ്. അദ്ദേഹവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭാ മന്ദിരത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനെ കൂടെ ഇരുത്തിയതിനെതിരെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുകയും ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം. മറന്നുപോയതാണോ അതല്ല ബോധപൂർവം മറവി നടിക്കുകയാണോ? എന്തായാലും ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ ഒന്ന് തയ്യാറാകണം. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് എന്നല്ലേ വിഷയം? വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് തറക്കല്ലിട്ട സ്ഥലത്താണ് 2026 ഫെബ്രുവരി 26-നാണ് തറക്കല്ലിടുന്നത്. ഫെബ്രുവരി 26-ന് കൃത്യം ഇന്നത്തേക്ക് 100 ദിവസം കഴിഞ്ഞു. ഇന്ന് അവിടെ സന്ദർശിച്ച ഏതാനും മാധ്യമപ്രവർത്തകർ കണ്ടത് അവിടെ തറക്കല്ലിട്ടിരുന്നു. ആ തറക്കല്ല് പോലും കാണാനില്ല. അത് എവിടെ പോയി എന്നറിയില്ല. നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു, തറക്കല്ല് ഇട്ട സ്ഥലത്ത് നിന്നും അത് പറിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് ചാരി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ എവിടെയും തറക്കല്ല് കാണാനില്ല. തറക്കല്ല് പോയി. ആരാണ് തറക്കല്ലിട്ടത്? രാഹുൽ ഗാന്ധിയാണ്. ആരാണ് തറക്കല്ലിട്ടത്? രാഹുൽ ഗാന്ധിയാണ്. ആരാണ് അധ്യക്ഷ? പ്രിയങ്ക ഗാന്ധിയാണ്. KPCC പ്രസിഡന്റ് മുതൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ വരെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വളരെ ആഘോഷമാണ്. അന്ന് VD സതീശൻ പറഞ്ഞത് 10 ദിവസം തറക്കല്ലിട്ട് 10 ദിവസത്തിനകം പണി തുടങ്ങും എന്നാണ്. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. എന്നാൽ അവിടെ ഒരു പണിയും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. 100 ദിവസം കഴിഞ്ഞു. ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ നീക്കം പോലും നടത്തിയിട്ടില്ല KPCC. 100 ദിവസം കഴിഞ്ഞു തറക്കല്ലിട്ട്. എത്ര വീട് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞത്? 230 വീട്. 100 വീട് KPCC, 100 വീട് രാഹുൽ ഗാന്ധി, 30 വീട് യൂത്ത് കോൺഗ്രസ്. എല്ലാം പോകട്ടെ, 100 വീട് ആകെ നിർമ്മിച്ചു നൽകിയാൽ അതെങ്കിലുമായി എന്ന് കരുതാമായിരുന്നു. അതുപോലുമില്ല. 50 വീടുകൾക്കാണ് തറക്കല്ലിട്ടത്. തറക്കല്ലിട്ട 50 വീടുകൾ പോലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇനി തുടങ്ങാൻ പോകുന്നുമില്ല. അപ്പോൾ പിരിച്ച പൈസയോ? എങ്ങനെയാണ് പണം പിരിച്ചത് എന്ന് മറന്നു പോകരുത്. മലയാളികൾ അങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുന്നവരല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം സർക്കാർ ആരംഭിച്ചു. സർവീസ് സംഘടനകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, CSR ഫണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്കെ സർക്കാർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് KPCC പ്രഖ്യാപിച്ചത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത്, അങ്ങനെ പണം നൽകേണ്ട കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനാണ്. കോൺഗ്രസിന് തന്നെ സ്വന്തമായ ഒരു രീതിയുണ്ട്. കോൺഗ്രസ് അവിടെ വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ ഫണ്ട് പിരിക്കുന്നുണ്ട്. അപ്പോൾ ഫണ്ട് നൽകണം എന്നാണ്. ഫണ്ട് പിരിച്ചു. എത്ര പിരിച്ചു എന്നതിന് ഒരു കണക്കുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. KPCC പ്രസിഡന്റ് ആരാണോ അദ്ദേഹം, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണമുള്ളത് എന്ന് പറഞ്ഞത് VD സതീശൻ തന്നെയാണ്. പക്ഷേ പണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫണ്ടുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ കണക്ക് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് മുഖ്യമന്ത്രിക്കുണ്ട് എന്നോർക്കണം. VD സതീശന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹം ഒരു MLA അല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പോലുമല്ല. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുൻകൈയെടുത്ത പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായും വരും. ഫണ്ടെല്ലാം തീർന്നു, ഒന്നും കയ്യിലില്ല എന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഒരു വെള്ളക്കടലാസ് കൊണ്ടുവന്ന് വായിച്ചതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പിരിച്ച പണം മുഴുവൻ സ്ഥലം വാങ്ങാൻ വിനിയോഗിച്ചു. ആ പണം മാത്രം മതിയായിരുന്നില്ല, കൂടുതൽ പണം KPCC ഫണ്ടിൽ നിന്ന് നൽകേണ്ടി വന്നു. അപ്പോൾ എവിടെ നിന്നാണ് വീട് നിർമ്മിക്കുക എന്ന് ചോദിച്ചപ്പോൾ AICC തരും എന്നാണ് അന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത്. AICCയിൽ നിന്ന് പണം വല്ലതും വന്നോ? ഇനിയിപ്പോൾ ഭരണമുണ്ട്, അതുപയോഗിച്ച് പണം പിരിക്കാം. അങ്ങനെ പിരിച്ചിട്ട് എങ്കിലും ഒരു 30 വീട് എങ്കിലും, 50 വീടിൻ്റെ സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത്. പറഞ്ഞത് 230 വീടാണ്. 50 വീടെങ്കിലും നിർമ്മിച്ച് നൽകുമോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്നതാണ് ഇനി അറിയാനുള്ളത്.
100 ദിവസം കഴിഞ്ഞു. 100 ദിവസം കഴിഞ്ഞു തറക്കല്ലിട്ടിട്ട്. ഇപ്പോൾ തറക്കല്ല് പോലും കാണാനില്ലാത്ത അവസ്ഥയിലാണ് വയനാട്ടിൽ കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്ത് ഇപ്പോഴുള്ളത്. മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി ആഴ്ചകൾക്കകം അത് കാട് പിടിക്കും എന്ന കാര്യം സംശയമേ ഇല്ല. കാരണം വയനാടാണ്, മഴ വന്നു കഴിഞ്ഞാൽ കാട് പിടിക്കും. ഇനി ആ സ്ഥലം കാട് പിടിച്ച് അങ്ങനെ കിടക്കുമായിരിക്കും. അതാണ് ആ സ്ഥലത്തിൻ്റെ വിധി. കോൺഗ്രസ് അങ്ങനെയാണ്. പിരിച്ച പണം മുഴുവൻ പുട്ടടിച്ചു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം, ആ പണം മുഴുവൻ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പരസ്യമായിട്ടാണ് ആരോപണമായി ആലപ്പുഴ ജില്ലയിലെ അടക്കം നേതാക്കൾ രംഗത്ത് വന്നത് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് പിരിച്ച പണം എത്രയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പറഞ്ഞ കണക്കേ നമ്മുടെ മുന്നിലുള്ളൂ. ആപ്പ് ഇപ്പോൾ കാണാനില്ല. പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് ഇപ്പോൾ കാണാനില്ല. എന്തുകൊണ്ടാണ്? സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആപ്പ് ജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ടാക്കുന്നില്ല എന്നതൊക്കെ നേരത്തെ ഉയർന്നു വന്ന ചോദ്യങ്ങളാണ്. പക്ഷേ അന്ന് കോൺഗ്രസിന് ഭരണമില്ല, UDF ഭരണമില്ല. ഇന്ന് ഭരണമുണ്ട്. അന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് മന്ത്രിമാരാണ്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകുമോ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി കൂടിയായ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഭാരവാഹികൾ മന്ത്രിമാരാണ്. അവരൊക്കെ എണ്ണി കണക്ക് പറയേണ്ട ദിവസമാണ് വരാൻ പോകുന്നത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്.